6 മണിക്കൂർ ദീർഘിച്ച അഭിഷേക ശുശ്രൂഷയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ക്ഷീണിതരായിരിക്കുന്ന നിങ്ങളോട് കരുണ കാണിക്കേണ്ട ഒരു ബാധ്യത എനിക്കുള്ളതുകൊണ്ട് ചുരുങ്ങിയ വാക്കുകളിൽ കൃതജ്ഞത രേഖപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അപ്പോസ്തോലിക ശുശ്രൂഷയിലൂടെ പങ്കുചേരാൻ ബലഹീനരായ ഞങ്ങളെ പരിശുദ്ധ സഭയിലൂടെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയുന്നു. കൂടുതൽ സമർപ്പണവും കൂടുതൽ സ്നേഹവും കൂടുതൽ എളിമയും ആവശ്യമുള്ള ഒരു സഭാ ശുശ്രൂഷയിലേക്കാണ് ഈ അഭിഷേക കർമ്മത്തിലൂടെ ഞങ്ങൾ നിയോഗിതരായിരിക്കുന്നത്. ഈ മെത്രാഭിഷേക ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ധന്യൻ മാറിവാനൂസ് തിരുമേനയിലൂടെയും വന്യ തിയോഫിലോസ് തിരുമേനയിലൂടെയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ആരംഭിച്ച അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്കാണ് ഞങ്ങൾ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. സഭാതലവന്മാരായിരുന്ന പുണ്യപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ദേവാലയത്തിൽ വെച്ച് ഈ നിയോഗം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ എല്ലാ വന്യപിതാക്കന്മാരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ നിയോഗിക്കാനുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സന്നഹദോസിൻ്റെ ആഗ്രഹത്തെ അംഗീകരിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പായോടുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ മെത്രാഭിഷേക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്തത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭ്യോനിയ മൊറോൻ മോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായാണ്. ദൈർഘ്യമേറിയ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെപ്പോലെ തന്നെ ആത്മീയമായി ഒരുങ്ങി ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത അഭിയോന്യ ബാബ തിരുമേനി തന്നെയാണ് ഈ ശുശ്രൂഷയുടെ മറ്റെല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്തത്. വന്യപിതാവിൻ്റെ ശ്ലൈഹിക ശുശ്രൂഷയുടെ 25ാം വർഷത്തിലാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. അഭിയോന്യ പിതാവിനോടുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും ഹൃദയംഗമായ നന്ദി സന്തോഷത്തോടു കൂടി അവസരത്തിൽ അറിയിക്കുന്നു. സഭയുടെ ശ്ലൈഹിക ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ തെരഞ്ഞെടുത്ത മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സനഹദോസിലെ എല്ലാ പിതാക്കന്മാരോടുമുള്ള ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ. മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ തേഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഇവിടെ സന്നിഹിതനായിരുന്നു. പിതാവിനോടുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഗുരുതുല്യരും പിതൃതുല്യരുമായ സഹകാർമ്മികരായ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ആശീർവാദവും ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്കെന്നും അനുഗ്രഹമാണ്. എല്ലാ പിതാക്കന്മാരോടുമുള്ള നിറഞ്ഞ ഹൃദയപൂർവമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യത്തിൽ ഐക്യത്തോടും സ്നേഹത്തോടും കൂടെ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് നാം എന്ന് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയ സഹോദരീ സഭകളിലെ അനുഗ്രഹീത മെത്രാപ്പൊലിത്തമാരോടുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നുള്ള ശുശ്രൂഷ വഴികളിൽ അവരുടെ സഹായവും സഹകരണവും പിന്തുണയും പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ അപ്പോസ്തലിക കൂട്ടായ്മയിലേക്ക് ഈ മെത്രാഭിഷേക ശുശ്രൂഷയിലൂടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ അതിന് സാക്ഷികളാകുവാനും ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കുവാനും ഇവിടെ സന്നിഹിതരായ ലത്തീൻ സഭയിലെയും സീറോ മലബാർ സഭയിലെയും അഭിനന്ദ പിതാക്കന്മാരോടുള്ള ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സവിശേഷമായി ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകിയ കോട്ടയം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. We extend our sincere thanks to Monsignor Stephen Fernandez, representing His Grace Archbishop Leopoldo Girelli, the Apostolic Nuncio to India. Dear Monsignor, your gracious presence has added joy and dignity to this occasion. We also take this opportunity to congratulate you warmly on your recent appointment as the Auxiliary Bishop of the Archdiocese of Mumbai. We assure you of our praise as you take up this new ministry. We are equally grateful to Monsignor Daniel Makhio, the canon and domestic prelate and delegate of His Grace Archbishop Bernard Longley, the Archbishop of the Archdiocese of Birmingham, for your participation in this episcopal ordination. Your presence is a sign of communion and fraternal support, and we deeply appreciate your representation of the Catholic Church in UK. സഭ ഉത്തരവാദിത്വപൂർണ്ണമായ ദൗത്യം ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളെ പരമേൽപ്പിച്ചപ്പോൾ ആശംസകൾ അറിയിക്കുവാനായി കടന്നു വന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും വിശേഷിച്ച് എല്ലാ മന്ത്രിമാരോടും MLAമാരോടും MP മാരോടും ഇവിടെ സന്നിഹിതരായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും മറ്റ് ജനപ്രതിനിധികളോടും സാമൂഹ്യ പ്രവർത്തകരോടുമുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. മേൽപ്പെട്ട ശുശ്രൂഷയിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അനുഷ്ഠാന കർമ്മങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച അഭിവന്യ
തോമസ് മാർ കൂറിലോസ് തിരുമേനോടുള്ള സ്നേഹനിർഭരമായ നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. മെത്രാഭിഷേക ശുശ്രൂഷയ്ക്കുള്ള ഒരുക്ക ധ്യാനത്തിന് ഞങ്ങളെ സഹായിച്ചത് മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്റർ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തലച്ചനാണ്. അച്ഛനോടും അവിടെയുള്ള മറ്റെല്ലാ വൈദികരോടും ശുശ്രൂഷകരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സഹോദരതുല്യമായ സ്നേഹം നിരന്തരം നൽകി പൗരോഹിത്യ ശുശ്രൂഷയിൽ ഞങ്ങളെ വളർത്തിയത് ഞങ്ങളുടെ സഹോദര വൈദികരാണ്. പൗരോഹിത്യത്തിൻ്റെ പുതിയ ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോൾ പ്രോത്സാഹനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങളെ ബലപ്പെടുത്തുന്ന എല്ലാ വൈദികരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച വിവിധ സന്യാസ സമൂഹങ്ങളിലെ സുപ്പീരിയർ ജനറൽസ്, പ്രൊവിൻഷ്യൽസ്, മറ്റ് സിസ്റ്റേഴ്സ്, നിങ്ങൾ നിരന്തരം നൽകുന്ന പ്രാർത്ഥനാപൂർവമായ പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിവിധ സഭകളിൽ നിന്നും രൂപതകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും ഞങ്ങളോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് എത്തിച്ചേർന്ന എല്ലാ വൈദികരോടും സന്യസ്തരോടും സെമിനാരിയിലും സ്കൂളിലും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റോമിലും ഒക്കെ ഞങ്ങളോട് ഒരുമിച്ച് പഠിച്ച സഹപാഠികളായ എല്ലാ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഹൃദയപൂർവ്വം അറിയിക്കുന്നു. യൂറോപ്പിലെ വിവിധ മിഷൻ കൂട്ടായ്മകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദികരോടും അൽമായ സഹോദരങ്ങളോടുമുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ. ഞങ്ങൾ ശുശ്രൂഷ ചെയ്ത വിവിധ ഇടവകളിൽ നിന്ന്, ശുശ്രൂഷ മേഖലകളിൽ നിന്ന് ധാരാളം പേര് ഇവിടെ സന്നിഹിതരാണ്. ഈ ദിവസങ്ങളിൽ അവരുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഏറെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അവരെല്ലാവരോടുമുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തോളമായി ഈ മെത്രാഭിഷേക ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരുക്കം വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. സഭയുടെ പ്രാർത്ഥനകളിൽ ഈ നിയോഗം ചേർത്ത് വെച്ചും ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും മുന്നിൽ കണ്ട് വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചും ഓരോ കമ്മിറ്റികളും കൺവീനറിൻ്റെയും ജോയിൻറ്റ് കൺവീനറിൻ്റെയും നേതൃത്വത്തിൽ പിഴവുറ്റ പ്രവർത്തനം നടത്തിയതിനാലുമാണ് ഈ മെത്രാഭിഷേക ശുശ്രൂഷകൾ അനുഗ്രഹപൂർണ്ണമായത്. ജനറൽ കോർഡിനേറ്റർ അഭിവന്യ സിൽവാനോസ് തിരുമേനിയോടും ജനറൽ കൺവീനർമാരായി പ്രവർത്തിച്ച വന്നേ വർക്കി ആറ്റുപുറത്ത് കോറപ്പിസ്കോപ്പ അച്ഛനോടും ജോയിൻറ്റ് ജനറൽ കൺവീനർ മോൺസിംഗർ ഐസക് പാറപ്പള്ളി അച്ഛനോടും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ ഇബ്രഹാമിനോടും അവരോട് ചേർന്ന് പ്രവർത്തിച്ച കൺവീനർ അച്ഛന്മാരോടും ജോയിൻറ്റ് കൺവീനർമാരോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുമുള്ള ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കത്തീഡ്രൽ ഇടവക കൂട്ടായ്മ സഭയുടെ ഇത്തരത്തിലുള്ള പൊതുപരിപാടികൾക്ക് നൽകുന്ന സമർപ്പണവും സഹകരണവും മാതൃകാപരമാണ്. അതിന് നേതൃത്വം നൽകുന്ന വികാരിയച്ചനോടും സഹവികാരിയോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹായിച്ച ശമ്മാശന്മാർ, വൈദിക വിദ്യാർത്ഥികൾ, മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഗായക സംഘാംഗങ്ങൾ, ശബ്ദവും വെളിച്ചവും ക്രമീകരിച്ചവർ എന്നിവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ മാതൃ ഇടവകകളായ അമയന്നൂർ, കിഴക്കേതെരുവ് ഇടവകയിൽ നിന്ന് ഇടവകാംഗങ്ങൾ ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാപൂർണമായ വലിയ പിന്തുണയാണ് ഞങ്ങൾക്ക് നൽകിയത്. അവരോടുള്ള ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് ജന്മം നൽകി വളർത്തിയ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അഭിവന്യ ഔസ്താത്യോസ് പിതാവിൻ്റെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട മാതാപിതാക്കൾ, എൻ്റെ വത്സല പിതാവ് എന്നിവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് നിയോഗത്തെ സ്വീകരിച്ചത്. ഔസ്താത്യോസ് തിരുമേനിയുടെ സഹോദരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും, എൻ്റെ അമ്മയും സഹോദരനും കുടുംബവും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. വിദേശത്തു നിന്നും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനായി വന്ന് ഉടൻ തന്നെ തിരികെ പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയോട് ചേർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സാക്ഷ്യത്തിന്, സമർപ്പണത്തിന്, പ്രോത്സാഹനത്തിന്, സ്നേഹത്തിന് പകരം നൽകാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ അപ്പോസ്തോലിക വിളിയിലേക്ക് ഞങ്ങളുടെ പേരുകൾ പ്രഖ്യാപിച്ചത് മുതൽ ഫോണിലൂടെയും മെസ്സേജുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകൾ വഴിയും ധാരാളം പ്രാർത്ഥനാശംസകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അവരോട് എല്ലാവരോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങൾ ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ആത്മീയ സമരമുഖത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഉറ നഷ്ടപ്പെട്ടു പോകാത്ത ഉപ്പായും അഗ്നി കെട്ടുപോകാത്ത വിളക്കായും കാഴ്ചയുള്ള ഇടയന്മാരായും ശുശ്രൂഷ ചെയ്യുവാൻ ദയവായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
എല്ലാവരോടും ഉള്ള ഹൃദയപൂർവ്വമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.